ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജെ നോളജ്. ഞാൻ എം ജെ. നമ്മളെന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പാർട്ട് 2 ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് പോയി കാണാം. അതിലാണ് നമ്മൾ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ ഓർഡറും ഡിഗ്രീനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്. എല്ലാ തവണയും ചോദിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഓർഡറും ഡിഗ്രിയും. അതെന്തായാലും ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരിക. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എങ്ങനെയാണ്, അതിൽ നമ്മൾ വേറെ കുറേ എക്സ്ട്രാ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരിക. ഓക്കെ ആണല്ലോ. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് സോൾവിങ് DE. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനും കൂടി നോക്കി വെക്കാം. മെത്തേഡ്സ് ഓഫ് സോൾവിങ് DE ഓഫ് ഫസ്റ്റ് ഓർഡർ ആൻഡ് ഫസ്റ്റ് ഡിഗ്രി. നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാം ഫസ്റ്റ് ഓർഡറും ഫസ്റ്റ് ഡിഗ്രിയുമായിരിക്കും. അതാണ് നമുക്ക് പഠിക്കാനുള്ളൂ. സെക്കൻഡ് ഓർഡറൊക്കെ ഡിലീറ്റഡ് ആണ്. എന്നാൽ നമ്മളിപ്പോൾ ഭയങ്കര ഭാഗ്യവന്മാരാണ്. ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി മാത്രം പഠിച്ചാൽ മതി. അപ്പം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി രൂപത്തിൽ തരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയാലോ. അതിനുള്ളത് 3 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാണ് ഇപ്പൊ എഴുതിയിട്ടുള്ള വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. അധികം എക്സാമിന് നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇനി കാണാൻ പോകുന്നതുമായ ഒരു ഫോമാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഇനി മുതൽ ചുരുക്കി VSF എന്ന് വിളിക്കും. രണ്ടാമത്തത് ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഹോമോജീനിയസ് നിങ്ങൾ അധികം എക്സാമിനൊന്നും കാണില്ല, അത് ഉറപ്പാണ്. സാധാരണ എക്സാമിന് ചോദിച്ച് കാണാത്ത ഒരു ഭാഗമാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് മൂന്നാമത്തത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അത്തരം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അപ്പം ഈ 3 ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ലീനിയർ ആണ്. അത് കഴിഞ്ഞാൽ വേരിയബിൾ റെയർ ആയിട്ട് നമ്മുടെ കേരളത്തിൽ റെയർ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഹോമോജീനിയസ് ചോദിക്കുള്ളൂ. പക്ഷെ എല്ലാം ഞാൻ എടുത്തു തരും. നമ്മൾ പറഞ്ഞ രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ്റെ കഴിവ് വെച്ചിട്ടാണ്. ബാക്കി എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററിന് മുന്നോട്ടേക്ക് പോകുള്ളൂ. ഇപ്പോഴും ഞാൻ തുറന്നു പറയാണ്. ഓക്കെ ആണല്ലോ, നമുക്ക് നോക്കിയാലോ. അപ്പം ഒന്നാമത്തെ ഫോം വേരിയബിൾ സെപ്പറബിൾ ഫോം. അതിനു മുന്നേ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത് രൂപത്തിലുള്ളടാ? ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേടാ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദ ജനറൽ ഫോം ആണ്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എപ്പോഴാണ് ഏത് ഫോമിൽ വന്നാൽ അത് ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് dy/dx ഈക്വൽ ടു ക്യാപിറ്റൽ F(x, y) എന്ന് പറയുന്ന ഈ രൂപത്തിലാണെങ്കിൽ നമുക്ക് ഇതിനെ സിമ്പിൾ എന്ത് പറയാം? ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതുവിനെ ഒരു ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഓർഡറിന്റെ സിമ്പിൾ രൂപമാണ്. മനസ്സിലായല്ലോ? അതായത് ഒരു ഡെറിവേറ്റീവ് ടേം ഉണ്ടായിരിക്കും, അപ്പുറത്ത് ആരുണ്ടായിരിക്കും? കുറെ എക്സും വൈയും ചേർന്ന്. അതാണ് ക്യാപിറ്റൽ F(x, y) എന്ന് പറയുമ്പോൾ എക്സും വൈയും മിക്സ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനത്തെ ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഉള്ള ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഒരു ഡെറിവേറ്റീവ്. നമുക്കറിയാം എന്തൊക്കെ ഉണ്ടായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഡെറിവേറ്റീവ് ടേം, ഒരു എക്സ് ഒരു വൈ ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു ഡെറിവേറ്റീവ് ടേം ഈക്വൽ ടു എക്സിന്റെയും വൈന്റെയും മിക്സ്ചർ ആക്കി എഴുതാൻ പറ്റുകയാണെങ്കിൽ, ഒരു ഫംഗ്ഷൻ എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്ത് ഫോമിലായിരിക്കൂടാ? അല്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ഫോമിലായിരിക്കൂടാ? ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? dy/dx ഈക്വൽ ടു ക്യാപിറ്റൽ F(x, y) രൂപത്തിലാണെങ്കിൽ അതൊക്കെ എന്താ? ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ആണ്. ഇനി ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇതും ചോദിക്കാവുന്ന, ബാക്കി ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുണ്ട്. തിയറി പോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ബാക്കി നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിവ് പോലെ ആയിരിക്കും. നോക്കി നോക്കാം നമുക്ക് എന്തായാലും വേരിയബിൾ സെപ്പറബിൾ ഫോം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ആദ്യം തരാം. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത് ഒരു ഔട്ട്ലൈൻ ചെയ്ത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് കാര്യമില്ല, ക്ലാസ് എടുത്ത് തന്നിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് ഐഡിയ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. എത്രയേ ഉള്ളൂ. കൺസിഡർ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നറിയും? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്താ. കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏതാണ്? നമുക്ക് ഏത് മാത്രം പഠിക്കാനുള്ളൂ? ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ഇത് dy/dx ഈക്വൽ ടു ക്യാപിറ്റൽ F(x, y) എന്ന് പറയുന്ന ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇതിന് നമുക്ക് എങ്ങനെ വേരിയബിൾ സെപ്പറബിൾ ഫോം യൂസ് സോൾവ് ചെയ്യാൻ നോക്കിയാലോ. ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ VSF. ഇത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണെന്ന് പറയണമെങ്കിൽ if it can be expressed as എങ്ങനെ ആയിരിക്കണം? if it can be ഇതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം? expressed as
ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ? ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇതിന്റെ ഫോം എങ്ങനെയാ? ഒരു ഡെറിവേറ്റീവ് ടേം ഈക്വൽ ടു എന്താണ്? ഒരു എക്സും വൈയും ചേർന്ന് ഒരു മിക്സ് അല്ലേടെ അപ്പുറത്തുള്ളത്. അതിനെ നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പറ്റുകയാണെങ്കിൽ dy/dx ഈക്വൽ ടു, ഇതിനെ നമുക്ക് എക്സിന്റെയും വൈന്റെയും വേറെ വേറെ ഫംഗ്ഷൻ ആക്കിയിട്ട് തരാൻ പറ്റുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഈ ഫംഗ്ഷൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. എങ്ങനെയെന്നറിയോ? ഒരു സ്മോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു സ്മോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന രീതിയിൽ ഈ വലിയ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഞാൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതാണ്? ഈ എക്സിന്റെയും ടേമിൽ ഒരു ഫംഗ്ഷൻ ആയിട്ടും വൈന്റെ ടേമിൽ മറ്റൊരു ഫംഗ്ഷൻ ആയിട്ടും ഈ മിക്സ് ആയ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇറ്റ് ഈസ് to be in VSF if it can be expressed as എങ്ങനെ പറ്റണം? ആ dy/dx ഡെറിവേറ്റീവ് ടേം അവിടെ തന്നെ വെച്ചിട്ട് ആ മിക്സിനെ എക്സും വൈയും സ്പ്ലിറ്റ് ആക്കി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആക്കി, അവിടെ തന്നെ ഉണ്ട് സെപ്പറേറ്റ് ആക്കി, വേരിയബിൾസ് എക്സും വൈയും സെപ്പറേറ്റ് ആക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ കൂടെ എന്തായിരിക്കണം? ഇൻഡു ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ തന്നെ ഒരു ഇൻഡ് നിങ്ങൾക്ക് അവർ ഓൾറെഡി തരുന്നുണ്ട്. ഇൻഡ് വിട്ട് തരുന്ന അധികം അപ്പുറത്ത് എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് ഈക്വൽ ടു എങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെ ഡെറിവേറ്റീവ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ VSF യൂസ് ചെയ്യണമെങ്കിൽ. ഒരു LHS ഡെറിവേറ്റീവ് മാത്രം. അപ്പുറത്ത് എക്സിന്റെയും വൈന്റെയും ഇൻഡു ആയിട്ട് എടുക്കുന്ന കുറച്ച് ഫംഗ്ഷൻസ് ആയിരിക്കണം. എന്താണ്? ഡെറിവേറ്റീവ് മാത്രം. എങ്ങനെ VSF എന്ന് മനസ്സിലാവുക ചോദിച്ചാൽ അപ്പൊ പറഞ്ഞു കൊടുക്കണം. ലെഫ്റ്റിൽ ഡെറിവേറ്റീവ് മാത്രം, അപ്പുറത്ത് ആരുണ്ടായിരിക്കണം? എക്സും എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷൻ സെപ്പറേറ്റ് ചെയ്ത് തന്നിരിക്കണം. എങ്ങനെ? ഇൻഡു വിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? VSF യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടി പറഞ്ഞാൽ ഡെറിവേറ്റീവ് മാത്രം ഒരു സൈഡിൽ, അപ്പുറത്ത് എന്തായിരിക്കണം? എക്സിന്റെയും വൈന്റെയും വേറെ വേറെ ഫംഗ്ഷൻ, അതായത് സെപ്പറേറ്റ് എക്സും വൈയും എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്ത് ഇൻഡു വിട്ടിട്ട്, അതായത് മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ തന്നിരിക്കണം. മനസ്സിലായല്ലോ? പ്രോഡക്റ്റ് ആയിട്ട് തന്നിരിക്കണം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കിയാലോ? അപ്പം ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയാം? ഒറ്റ കാര്യം ചെയ്താൽ മതി. എക്സിനൊക്കെ പിടിച്ചൊരു ഭാഗത്ത് കാക്കുക, വൈനൊക്കെ പിടിച്ച് അപ്പുറത്തെ ഭാഗത്ത് കാക്കുക. അല്ലെങ്കിൽ എക്സ് ഒക്കെ അടങ്ങുന്ന ഒരു ഭാഗവും വൈ ഒക്കെ അടങ്ങുന്ന മറ്റൊരു ഭാഗവും. ഇപ്പൊ ഇവിടെ dy നിൽക്കുന്നില്ലടാ, അതിന്റെ അടുത്തേക്ക് ഇതോ നോക്കണേ, ജി ഓഫ് വൈ ആണ്. എക്സിന്റെയും വൈന്റെയും വേറെ വേറെയാണ്. എന്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് ആണ്. എക്സിനെയും വൈനെയും വേറെ വേറെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആണ്. ഇനി വൈനൊക്കെ പിടിച്ചൊരു ഭാഗത്തേക്കാക്കിടാം എന്ന് പറയുമ്പോൾ ഡിവൈന്റെ അടുത്തേക്ക് ആര് വന്നു? ഇൻഡുള്ള ഇവിടേക്ക് വരുമ്പോൾ എന്തായി? ജി ഓഫ് വൈ ആയി ഈക്വൽ ടു. ഇനി ഇവിടെ ആരുണ്ട്? എഫ് ഓഫ് എക്സ് ഇല്ലടാം, അതിന്റെ അടുത്തേക്ക് താഴത്തുള്ള ഡി ഓഫ് എക്സ് ഡി എക്സ് അങ്ങോട്ടേക്ക് കൊണ്ടേക്ക്. അപ്പൊ ഇൻഡുള്ളത് ഡിവിഷനുള്ളത് നേരെ വരുമ്പോൾ എന്താവും? ഇൻഡു ആവും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇവരെ സെറ്റ് ആക്കി വെക്കണം. അത് എക്സിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരണം, വൈനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തി വെക്കണം. ഓക്കെ ആണല്ലോ? കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ഡിവൈയും ഡി എക്സും എന്ത് ചെയ്യണം? മേലെ തന്നെ നിൽക്കണം, താഴത്ത് നിൽക്കാൻ പാടില്ല. കാരണം അവരാണ് ഓപ്പറേറ്റേഴ്സ്. ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അവരാണ് ഓപ്പറേറ്റർ, അവർ ഡിനോമിനേറ്റർ നിൽക്കൂല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ഡിവൈയും ഡി എക്സും മേലുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെറ്റാണ്. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ കാണാൻ, അപ്പൊ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വേരിയബിൾ സെപ്പറബിൾ ഫോമിന്റെ സൊല്യൂഷൻ കാണാൻ ചെയ്താൽ മതി. സൊല്യൂഷൻ ഈസ് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. രണ്ട് സൈഡും എന്ത് ചെയ്യുക? രണ്ട് സൈഡ് ഇന്റഗ്രൽ. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/g ഓഫ് വൈ ഡിവൈനെയും ഇന്റഗ്രേറ്റ് ചെയ്യുക, അപ്പുറത്തുള്ള ആരെയും ഇന്റഗ്രേറ്റ് ചെയ്യുക, ആ എഫ് ഓഫ് എക്സ് ഡി എക്സിനെയും ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായി? സൊല്യൂഷൻ ആയി. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ആയിട്ട് ഒന്നുകൂടെ പറഞ്ഞേ, എന്താണ് ഒരു ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഓർഡറിന്റെ എന്ത് ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്? dy/dx ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. അത്തരം ഫംഗ്ഷൻസ് വേരിയബിൾ സെപ്പറബിൾ ആയിരിക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഒരു സൈഡിൽ ഡെറിവേറ്റീവ് മാത്രം, മറ്റേ സൈഡിൽ ആരാണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. അഥവാ എക്സിന്റെയും വൈനെയും വേറെ വേറെ ഫംഗ്ഷൻ ആക്കി എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്ത് തന്നിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിനൊക്കെ പിടിച്ചൊരു ഭാഗത്ത് കാക്കും, വൈനൊക്കെ പിടിച്ചൊരു ഭാഗത്ത് കാക്കും. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ ഇത്തരം സൊല്യൂഷൻ കാണുന്നത് രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി നമുക്ക് വേഗം ക്വസ്റ്റ്യൻ തുടങ്ങാം. പരമാവധി ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരിക്കും. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇതിനപ്പുറത്തേക്ക് ചോദിക്കില്ല. സാധാരണ കേസിൽ നിങ്ങൾ ഇത് ഈ ഒരു മോഡൽ നമ്മൾ ചെയ്തെന്ന മോഡൽ പഠിച്ചാൽ മാത്രം മതി നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടും. ബാക്കി ഞാൻ പറഞ്ഞ ഇന്റഗ്രേഷൻ്റെ നിങ്ങളുടെ കയ്യിൽ ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടോ അറിയോ എങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇന്റഗ്രേഷൻ പഠിച്ചതിൻ്റെ ഇത് കാണും. ഓക്കെ ആണല്ലോ? എന്താ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, പേടിക്കൊന്നും വേണ്ട. ഓക്കെ ആണല്ലോ? സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സോൾവ് ദ ഫോളോയിങ് ഡി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, dy/dx ഈക്വൽ ടു 1 + y² / 1 + x² എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കാണുമ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ 3 പഠിക്കും. നിങ്ങൾ നോക്കേണ്ട ആദ്യം വേരിയബിൾ സെപ്പറബിൾ ആണോ എന്നാണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി,
എക്സിനൊക്കെ ഒരു ഭാഗത്തേക്കും വൈനൊക്കെ ഒരു ഭാഗത്തേക്കും ആക്കാൻ പറ്റുമെന്ന് വെറുതെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ. ഇവിടെ ഡി വൈ ടേം ഉണ്ട്, ഡി വൈ ഡി എക്സ് ഒക്കെ മേലെ നിർത്താൻ പറ്റുള്ളൂ. സോ ഡി എക്സ് ഞങ്ങൾ മനസ്സിൽ വായിച്ചേക്ക്. ഇവിടെ ഡി വൈ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് 1+y² ഇങ്ങോട്ടേക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റൂലേ എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം ഡി വൈ ആയി. ഇനി താഴത്തുള്ള ഡി എക്സ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ അവിടെ എന്തായി 1/1+x² × dx. ഈ എക്സ് മാത്രമുള്ള ടേം ആയിട്ട് മാറി. അതായത് ഇതിനെ സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈന് ഒരു ഭാഗത്തേക്കും എക്സിനൊക്കെ ഒരു ഭാഗത്തേക്കും തട്ടാൻ പറ്റും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്താണ് ഇവിടെ നേരത്തെ നീയല്ല പറഞ്ഞത് എന്താണ് ഇവിടെ f(x) × g(y) ഇൻറ്റു ആക്കി തരണമെന്ന്. ഇവിടെ ഇൻറ്റു ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ 1+y² ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക് 1+y² × 1/1+x² എഴുതിക്കൂടെ. ഈ എക്സിന്റെയും വൈന്റെയും ഫംഗ്ഷൻ ഇൻറ്റു ആക്കിയിട്ട് തന്നുള്ളത് നേരെ കൂട്ടി ചേർത്ത് എഴുതിയെന്നുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട, വേഗം നോക്ക്, കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രം നോക്കുക. ഈ വൈനം കണ്ടിട്ട് എക്സിനായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, ഈ ഡി വൈനെ അവിടെ നിർത്തുന്നു, അതിൻ്റെ അടുത്തേക്ക് താഴത്തേക്ക് ഇയാളെ കൊണ്ടുവരുന്നു. കാരണം വൈ ടേമിനെ വൈൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. ഡി വൈനെ അവിടെ നിർത്തി ഈ 1+y² താഴേക്ക് കൊണ്ടുവരുന്നു. കാരണം അത് മേലെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നിൽക്കുന്നത്. ഈക്വൽ ടു ഇവിടെ ഓൾറെഡി 1/1+x² ഉണ്ട്. ഈ ഡിവൈഡഡ് ബൈ dx ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇൻറ്റു dx ആയിട്ട് മാറും. ഇപ്പൊ എന്തായി, ഇത് വേരിയബിൾ സെപ്പറബിൾ ആയില്ലേ. ദാറ്റ് ഈസ് VSF അഥവാ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താ, എക്സ് ഒക്കെ ഒരു ഭാഗത്തും വൈ ഒക്കെ ഒരു ഭാഗത്തും എന്താണ് VSF ആണ്. മനസ്സിലായാലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം, therefore ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടാലോ. സൊല്യൂഷൻ ഈസ്, അങ്ങനെയെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും വരിക, രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക. ഇന്റഗ്രൽ 1/1+y², dy കുറച്ചങ്ങ് മാറ്റി എഴുതി, ഓപ്പറേറ്റർ അല്ലേ, ഈക്വൽ ടു ഇന്റഗ്രൽ 1/1+x² dx എന്ന് എഴുതി കൂടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇനി ഇന്റഗ്രേഷൻ പഠിച്ച നിങ്ങളൊന്ന് പറഞ്ഞേ, ഇന്റഗ്രൽ ഓഫ് 1/1+y² വിത്ത് റെസ്പെക്ട് എന്താണ്, y എന്തായിരിക്കും വരിക. ഈ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് പറഞ്ഞേ, 1/1+x² ഇന്റഗ്രൽ 1/1+x² എന്താ വരിക, നിങ്ങൾക്കറിയാം tan ഇൻവേഴ്സ് x ആണ്. അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും, tan ഇൻവേഴ്സ് y ആയിരിക്കും. മനസ്സിലായല്ലോ. ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കണം, അതാ തലക്കെട്ടാൽ മതി, എല്ലായിടത്തും കൂടി ആണെന്നില്ല, എല്ലാം കഴിഞ്ഞ് അവിടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ, ഒന്നും ചെയ്യാനില്ല. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേടാ, സിമ്പിൾ അല്ലേ, ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം, അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുണ്ടോ നോക്കുക, അത്രേ ഉള്ളല്ലോ. നമുക്ക് 2-3 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ഈ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് VSF ആവുന്ന എപ്പോഴാണ്, ഈ എക്സിനെയും വൈനെയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്താൻ പറ്റുകയാണെങ്കിൽ അതാണ് VSF. മനസ്സിലായല്ലോ, ഡൗട്ടൊന്നും ഇല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു 2-3 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് ഞാൻ വേരിയബിൾ സെപ്പറബിൾ എടുക്കുന്നുണ്ട്, ഇതൊക്കെ വേരിയബിൾ സെപ്പറബിൾ ആയിരിക്കും എന്ന്. എന്നാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും കൂടി പഠിക്കണം. നമുക്ക് നോക്കി നോക്കാം. എനിക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി, ഞാൻ ആദ്യം നോക്കിയത് വേരിയബിൾ സെപ്പറബിൾ ആണെന്ന്. dy നിൽക്കുന്നുണ്ട്, ഇയാൾ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2y × dy, അപ്പോൾ അവിടെ y മാത്രം. ഇനി ഈ എക്സിന് അങ്ങോട്ടേക്ക് എടുത്താൽ ഇവിടെ എക്സ് മാത്രവും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായതാണ്. ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ നമുക്ക് ഓൾറെഡി എടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ തന്നെ നിൽക്കുന്നത്, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്ലസ് കുറെ ഇട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണെങ്കിൽ വേഗം കൊണ്ടുപോകാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞു കേട്ടോ, നിങ്ങൾ പഠിക്കുന്നു വേണ്ട. dy അടുത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 2 - y വലിക്കുന്നു, താഴെ നിങ്ങോട്ട് വരുമ്പോൾ മേലേക്ക് വരും dy. ഇവിടെ ഒരു x+1 ഉണ്ട്, താഴ്ന്ന dx ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇൻറ്റു dx ആയിട്ട് മാറും. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ y ഒക്കെ ഒരു ഭാഗത്ത് x ഒക്കെ ഒരു ഭാഗത്ത്, ദാറ്റ് ഈസ് എന്താണ് VSF വേരിയബിൾ സെപ്പറബിൾ ഫോം. അങ്ങനെയെങ്കിൽ therefore ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും വരിക, സൊല്യൂഷൻ ഈസ് രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ 2 - y dy ഈക്വൽ ടു ഇന്റഗ്രൽ x+1 dx എന്ന് കിട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ പറഞ്ഞേടാ, ഇന്റഗ്രൽ ഓഫ് 2 - y എന്താണ്, ആദ്യം 2നെ ഇന്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ y നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. 2ന്റെ ഇന്റഗ്രൽ 0 അല്ല, കോൺസ്റ്റന്റ് ഇന്റഗ്രൽ 0 അല്ല, പകരം 2 × y ആണെങ്കിൽ y, x ആണെങ്കിൽ x. മനസ്സിലായല്ലോ, 2y എന്ന് വരും. മൈനസ് y യുടെ ഇന്റഗ്രൽ എന്താണ്, അത് y²/2 ആണ്. ഈക്വൽ ടു, ഇനി പറ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, അത് x²/2 ആണ്. പ്ലസ് 1ന്റെ ഇന്റഗ്രൽ എന്താണ്, അത് ഇതേമാതിരി തന്നെ 2 ആണെങ്കിൽ 2y പറഞ്ഞാൽ ഇവിടെ x ആയതുകൊണ്ട് 1x, അഥവാ സിമ്പിൾ എന്ത് പറയാം, നമുക്ക് x എന്ന് പറയാം. ആഫ്റ്റർ ഇന്റഗ്രേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, മാർക്ക് പോകും, ഉറപ്പാണ്. അപ്പൊ ഇത്ര ചെയ്തിട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് എക്സാമിന് വരാൻ സാധ്യത കാണുന്ന ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചു വെച്ചേക്കും. ഓക്കെ ആണല്ലോ. കാണുമ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇവിടെ സിമ്പിൾ ആയിട്ട് എന്തായിരുന്നു, ഡെറിവേറ്റീവ്, ഞാൻ പറഞ്ഞ ഡെറിവേറ്റീവ് ഒക്കെ ഒരു ഭാഗത്ത്, പിന്നെന്താണ് അപ്പുറത്തെ എക്സും വൈയും കൂടി മിക്സ് ആക്കിയിട്ട്, സോറി എക്സിന്റെയും വൈന്റെയും വേറെ വേറെ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ആക്കിയിട്ട്, ഇവിടെ നോക്കുമ്പോൾ
sec square x tan y dx equal to അല്ലെ പ്ലസ് sec square x ഉണ്ട് sec square x ഒരു മിനിറ്റ് ക്വസ്റ്റ്യനില് sec square x sec square y yes sec square y tan x dy എന്നാ വരിക sec square y tan x dy ആ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു sec square y tan x dy മനസ്സിലായല്ലോ ഇത് എൻസൈഡിലുള്ള ക്വസ്റ്റ്യൻ ആണ് എൻസൈഡ് എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയത് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻസൈഡ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്ന വേരിയബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ആൻസർ ഒക്കെ ഉണ്ടാവുമായിരിക്കും എൻസൈഡിൽ ആ ലാസ്റ്റിൽ ഉണ്ട് എൻസൈഡിൻ്റെ ലാസ്റ്റിൽ അതിൻ്റെ ആൻസർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ എൻസൈഡിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ ഇവിടെ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ ഇത് മൊത്തം മാറ്റി കലക്കി ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാക്കിയിട്ടുണ്ടാവും നമുക്കിത് മതി ഒരു പ്രശ്നവുമില്ല ഇനി അവർ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാത്രം നിങ്ങൾ സോൾവ് ചെയ്താൽ മതി ഞാൻ ഏറ്റവും സിമ്പിൾ ആയ മെത്തേഡിൽ മാത്രമേ സോൾവ് ചെയ്തിട്ടുള്ളൂ പേടിക്കേണ്ട അപ്പോൾ sec square y tan x dy equal to 0 ആണ് കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു വേരിയബിൾ സെപ്പറബിൾ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഡെറിവേറ്റീവ് മാത്രം വേണം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് dy/dx മാത്രം വരണ്ടേ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് സിമ്പിൾ മെത്തേഡാണ് ഈ ടേം dy ഉള്ള ടേമിനെ അവിടെ നിർത്തും ഇയാൾ അപ്പുറത്തേക്ക് എടുക്കും പറഞ്ഞ മെത്തേഡ് നല്ലോണം ശ്രദ്ധിച്ചോ ഈ dy ഉള്ള ടേമിനോട് നിർത്തുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്താണ് sec square y tan x dy that is equal to minus of ഇയാൾ അപ്പുറത്തേക്ക് എടുക്കുക അപ്പൊ എന്തായിരിക്കും വരിക sec square x tan y dx എന്ന് വരുമല്ലോ നമുക്ക് ആരാണ് ഒരു സൈഡിൽ വെക്കേണ്ടത് ഈ dy/dx മാത്രമല്ല ഒരു സൈഡിൽ വേണ്ടുള്ളൂ സോ dy-നെ അവിടെ വെക്കുന്നു ആ dx-നെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു dy/dx മാത്രമല്ലോ ഇപ്പോൾ ഇവിടെ ബാക്കി ആരുണ്ട് ഒരു മൈനസ് ഓഫ് sec square x tan y ഡിവൈഡഡ് ബൈ ഈ സാധനം ഈ ഇൻറ്റു ആയിട്ടുള്ളവർ അങ്ങോട്ടേക്ക് പറഞ്ഞേക്ക് കാരണം നമുക്ക് അവിടെ ആവശ്യമില്ല അപ്പൊ ഇൻറ്റു ഉള്ളവർ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും sec square y tan x എന്നായിട്ട് മാറും മനസ്സിലായല്ലോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ dy/dx ഉണ്ട് ഈക്വൽ ടു മൈനസ് sec square x tan y ഡിവൈഡഡ് ബൈ എന്താണ് sec square y tan x അപ്പൊ ഇവിടെ എക്സിന്റെയും വൈന്റെയും പല ഫംഗ്ഷൻസിനും പല രീതിക്കാണ് തന്നിട്ടുള്ളത് നമുക്ക് ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി എന്താണ് വൈനൊക്കെ ഒരു ഭാഗത്തേക്കും എക്സിനൊക്കെ ഒരു ഭാഗത്തേക്കും കൊണ്ടുപോകാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ പോരടാ നോക്കി നോക്കാം നമുക്ക് ഇവിടെ dy ഉണ്ട് ഇവിടെയുള്ള y ടേം ഏതൊക്കെയാണ് ഒന്നിതാ ഇയാളും ഒന്നിതാ ഇയാളും ഇയാളെ ഇങ്ങോട്ടേക്ക് എടുക്കും ഇയാളെ ഇങ്ങോട്ടേക്ക് എടുത്താല് ഇവിടെ y മാത്രമായില്ലടാ ഇവിടെ sec square x by tan x അവിടെ ഉണ്ട് ഈ താഴെയുള്ള dx അങ്ങോട്ടേക്ക് എടുത്താൽ അവിടെ x മാത്രം ആയില്ലേ അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ മനസ്സിലായില്ലേ അപ്പൊ സിമ്പിൾ അല്ലേടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ചിന്തിക്കാവുന്നതാണ് എന്ത് ഇതിനപ്പുറത്തേക്ക് എടുത്താല് ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം ആ വൈനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം നിങ്ങൾക്ക് തുടക്കമായതുകൊണ്ടാണ് ഞാൻ ഈ dy/dx വെച്ച് തന്നെ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾക്ക് സിമ്പിളി ഇങ്ങനെ എഴുതാതെയും ചിന്തിക്കാന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം അങ്ങനെയെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ആ y ടേമിനൊക്കെ പറഞ്ഞാൽ dy-ന്റെ അടുത്തേക്ക് മേലുള്ള tan y താഴേക്ക് വരും tan y മനസ്സിലായല്ലോ ഇൻറ്റു ഈ താഴെ sec square y മേലേക്ക് വരുമ്പോൾ അവിടെ ആരുണ്ടാവും sec square y dy എന്നുണ്ടായിരിക്കും ഈക്വൽ ടു അപ്പുറത്ത് ആരുണ്ടായിരിക്കോടാ അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആരുണ്ട് ഒരു മൈനസ് sec square x ഡിവൈഡഡ് ബൈ tan x ഉണ്ട് ഈ താഴെ dx ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ഇപ്പൊ y ഒക്കെ ഒരു ഭാഗത്ത് x ഒക്കെ ഒരു ഭാഗത്തും ആയതുകൊണ്ട് ദാറ്റ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം അങ്ങനെയെങ്കിൽ therefore solution is അങ്ങനെയെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും വരിക ഇന്റഗ്രൽ ഓവർ sec square y by tan y dy ഈക്വൽ ടു മൈനസ് ഞാൻ പുറത്ത് വെക്കുന്നു ഇന്റഗ്രൽ ഓവർ sec square x by tan x dx എന്ന് കിട്ടുമല്ലോ ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇനി നിങ്ങൾ ഇന്റഗ്രേഷൻ പഠിച്ച ആൾക്കാരോട് ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് ഇതിനെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യണം മേലെ sec square y ഉണ്ട് tan y ഉണ്ട് നേരിട്ട് ഫോർമുല ഒന്നുമില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക അപ്പൊ ഡിനോമിനേറ്റർ tan y ഡെറിവേറ്റീവ് എന്താ sec square y അത് മേലെ ഉണ്ടാവും സ്റ്റെക്ക് ആയോ നിങ്ങൾ ഡിനോമിനേറ്ററിലേക്ക് നോക്കുക അതിന്റെ ഡെറിവേറ്റീവ് മേലെ ഉണ്ടായിരിക്കും tan y ഡെറിവേറ്റീവ് sec square y മേലുണ്ടെങ്കിൽ എന്താ ആൻസർ ഇന്റഗ്രൽ ഓവർ ഒരു ഫംഗ്ഷൻ താഴെയുണ്ട് അതിന്റെ ഡെറിവേറ്റീവ് മേലുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്താണ് ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ ലോഗ് മോഡ് താഴത്തത് അങ്ങനെയെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും ലോഗ് മോഡ് tan y എന്നായിട്ട് വരും ഈക്വൽ ടു മൈനസ് ഓഫ് എന്തായിരിക്കും വരിക ഇതിന്റെ എന്തായിരിക്കും വരിക താഴത്തെ ഡെറിവേറ്റീവ് മേലുണ്ട് അങ്ങനെ എന്തായിരിക്കും ലോഗ് മോഡ് tan x എന്നായിരിക്കും വരിക ഇനി നിങ്ങൾ നോക്കി വെക്കണം ഒരു കോൺസ്റ്റന്റ് ഇടണം പ്ലസ് c ഇട്ടാൽ മതി
പക്ഷെ ഇതും ലോഗില് കാണാൻ രസത്തിന് വേണ്ടി ഞാൻ അതും ലോഗിലിടാം. ഒരു രസം ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി ഞാൻ ഇത് എന്ത് ചെയ്യാണ്, ലോഗ് മോഡ് സി അതിനെയും ഞാൻ എന്ത് ചെയ്യാണ് ഒരു എന്തിലിടാണ്, ലോഗിൽ അങ്ങ് ഇട്ട് കൊടുക്കാണ്. അവിടെ സി എന്ന് പറഞ്ഞാലും ലോഗ് സി എന്നൊക്കെ പറഞ്ഞാൽ കോൺസ്റ്റന്റ് ലോഗ് ഇട്ടാലും കോൺസ്റ്റന്റ് അല്ലേ കിട്ടുക. നിങ്ങൾ വെറുതെ കോൺസ്റ്റന്റ് എന്ന് എഴുതിയാലും ലോഗ് ഓഫ് ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും അതൊരു കോൺസ്റ്റന്റ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. മനസ്സിലായാലോ? ഇനി ഞാൻ ഈ സൈഡ് ഒന്ന് വെറുതെ സിംപ്ലിഫൈ ചെയ്യാണ്. ഇത് ഇങ്ങനെ എനിക്ക് വായിച്ചോളൂ, നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. ലോഗ് മോഡ് സി മൈനസ് ലോഗ് മോഡ് ടാൻ എക്സ് എന്ന് വായിച്ചു എന്ന് പറയുമ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി ഫോർമുല ആയില്ലേ. അടുത്ത ഫോർമുല ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്, ലോഗ് ഓഫ് എ ബൈ ബി ആണ്. സോ ഇതിനെനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലോഗ് ഓഫ് ഇതാണ് ലോഗ് എ, കാരണം ലോഗ് സി മൈനസ് ലോഗ് ടാൻ എക്സ് ആണ്. സോ ഇതിന് ലോഗ് മോഡ് സി ബൈ ടാൻ എക്സ് എന്ന് എഴുതാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇപ്പുറത്ത് ആര് തന്നെയുണ്ട്, ലോഗ് മോഡ് ടാൻ വൈ തന്നെയുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ ലോഗും ഒഴിവാക്കുന്നു, കട്ട് ചെയ്ത് കളയുന്നു, പ്രശ്നമില്ലല്ലോ. സൈനും സൈനൊക്കെ വന്നാൽ കട്ട് ചെയ്ത് ലോഗും കട്ട് ചെയ്ത് കളയുന്നു. ഇനി നിങ്ങൾക്കറിയാം മോഡുലസ് ഒഴിവാക്കിയാൽ ലോഗ് പോയി സമ്മതിച്ചു, മോഡുലസ് ഒഴിവാക്കിയാൽ അപ്പുറത്ത് എന്ത് വരണം, ഒരു പ്ലസ് ഓർ മൈനസ് ഇടണ്ടേ. നിങ്ങൾ പഠിച്ച റൂളാണ്, ലോഗ് ഒഴിവാക്കിയാൽ അപ്പുറത്ത് എന്ത് ചെയ്യണം, ഒരു പ്ലസ് ഓർ മൈനസ് ഇടണം. അപ്പൊ നിങ്ങൾ വെറുതെ വിചാരിക്കട്ടോ, ഞാൻ എന്ത് ചെയ്യാം, ലോഗ് പോയി ഞാൻ അവിടെ ആകെയുള്ളത് മോഡ് ടാൻ വൈ ഈക്വൽ ടു മോഡ് സി ബൈ ടാൻ എക്സ് അല്ലേ ഉള്ളത്. ഞാൻ വെറുതെ മോഡുലസ് ഒഴിവാക്കി, അഥവാ ടാൻ വൈ ഈക്വൽ ടു അപ്പുറത്ത് ആര് വരും, പ്ലസ് ഓർ മൈനസ് സി ബൈ ടാൻ എക്സ് എന്ന് വരില്ല എന്ന് പറയുമ്പോൾ സിമ്പിൾ ലോജിക്കാണ് കേട്ടോ. ഇവിടെ കോൺസ്റ്റന്റിന് പ്ലസ് മൈനസ് എന്നൊക്കെ ഉണ്ടോ, പ്ലസ് സി എന്ന് പറഞ്ഞാലും പോസിറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും നെഗറ്റീവ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒരു കോൺസ്റ്റന്റ് അല്ലേടാ എന്ന് പറയുമ്പോൾ ബേസിക്കലി സി എന്നിട്ടാലും പ്ലസ് സി എന്നിട്ടാലും മൈനസ് സി എന്നിട്ടാലും ഒക്കെ എന്ത് തന്നെയാണ്, സി എൻ അല്ലേ. അപ്പൊ ഈ പ്ലസ് ഓർ മൈനസ് മോഡുലസ് ഒഴിവാക്കുമ്പോൾ പ്ലസ് ഓർ മൈനസിന് ആവശ്യമുണ്ടോ, ഇല്ല. അതാണ് സത്യം. നിങ്ങൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുന്നതാണ്, ലോഗ് കട്ട് ചെയ്തിട്ട് ടാൻ ബൈ ഈക്വൽ ടു സി ബൈ ടാൻ എക്സ് എഴുതി പോകും. മോഡുലസ് എന്തേ കാട്ടുന്ന ആർക്കും അറിയില്ല. അതിന്റെ സത്യാവസ്ഥയാണ് ഞാൻ പറഞ്ഞിരുന്നത്. മോഡുലസ് ഒഴിവാക്കിയാൽ കോൺസ്റ്റന്റ് മേലെയാണ് ആ ഒരു പ്ലസ് ഓർ മൈനസ് പോവുക. കോൺസ്റ്റന്റിന് പ്ലസ് ഓർ മൈനസ് ഒന്നുമില്ല, അതൊക്കെ എപ്പോഴും കോൺസ്റ്റന്റ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ മോഡുലസ് ഒഴിവാക്കുന്നതെന്ന് നിങ്ങളോട് പറയുന്ന സത്യം ഇതാണ്. മോഡുലസ് ഒഴിവാക്കിയപ്പോൾ ബാക്കി ഇവിടെ ആരുണ്ടാവുള്ളൂ, ടാൻ വൈ ഈക്വൽ ടു സി ബൈ ടാൻ എക്സ് ഉണ്ടാവുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ ടാൻ എക്സ് വൃത്തിയാക്കി വെക്കാൻ വേണ്ടി ഇത്ര എഴുതിയാൽ മതി. ഒരു എസ്റ്റിന് ഞാൻ ടാൻ എക്സ് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു, ദാറ്റ് ഈസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ ഈക്വൽ ടു എന്താണ്, സി. ഇത്രയും മതി. മനസ്സിലായല്ലോ? വേറെ 2-3 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നമുക്ക് ഈ ഭാഗം ഒന്ന് അവസാനിപ്പിക്കാം. ഓക്കെ ആണല്ലോ? അടുത്ത 2 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ഇത്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, e raised to x plus e raised to minus x into dy minus e raised to x minus e raised to minus x dx equal to 0 എന്നല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യും, കുറെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചെയ്താൽ ഡി വൈ ടേമിനോട് എടുക്കുന്നു, ഇയാൾ അപ്പുറത്തേക്ക് എടുക്കുന്നു, നമ്മൾ സ്ഥിരം പരിപാടി അത്രയേ ഉള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് ഇതെങ്ങനെ എഴുതാം നമുക്ക്, e raised to x plus e raised to minus x into dy. ഈ മൈനസ് ടേം അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. സോ e raised to x മൈനസ് ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇനി നിങ്ങൾ ഡി വൈ ബൈ ഡി എക്സ് ഒന്നും കണ്ടുപിടിച്ച് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക. ഇവിടെ ഡി വൈ ഉണ്ടല്ലോ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ വൈ ടേം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഡി വൈ അവിടെ ഇട്ടാൽ മതി. വേറെ വൈ ടേം ഒന്നും ഇല്ല കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനി നോക്കുമ്പോൾ അപ്പുറത്തൊരു എക്സ് ടേം ഉണ്ട്, ഇവിടെ ഡി എക്സ് ഉണ്ട്. ഈ എക്സും കൂടെ ഇങ്ങോട്ടേക്ക് അങ്ങ് പോയാൽ അവിടെ എക്സ് മാത്രം ആവൂലേ, ഇവിടെ വൈൻ്റെ കൂടെ ആരുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, വൈ ടേം മാത്രം നിൽക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഡി വൈനെ അവിടെ അങ്ങ് നിർത്താം. അപ്പൊ ഇവിടെ വൈ ടേം മാത്രമായി. ഈ ഡി വൈ എന്ന് പറയുമ്പോൾ മീൻസ് 1 dy അല്ലേ, ഒരു dy അല്ലേ, ആ dy അവിടെ ഇട്ടു. ബാക്കി ഇവിടെ ആരുണ്ട്, ഒരു e raised to x മൈനസ് e raised to x ഡിവൈഡഡ് ബൈ ഇയാൾ താഴത്തേക്ക് വരില്ലേ, e raised to x പ്ലസ് e raised to minus x dx. നോക്കുമ്പോൾ ഇവിടെ x മാത്രം, ഇവിടെ y മാത്രം. അപ്പൊ എന്താണ്, that is വേരിയബിൾ സെപ്പറബിൾ ഫോം ആണ്. Therefore solution is, അങ്ങനെയെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും വരിക, ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇന്റഗ്രൽ ഓവർ 1 dy ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ e raised to x മൈനസ് e raised to minus x ഡിവൈഡഡ് ബൈ e raised to x പ്ലസ് e raised to minus x dx. എങ്ങനെയാണ് y നെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അല്ല y നെ dy നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, 1 dy നെ ഇന്റഗ്രേറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്, dy യുടെ ഇന്റഗ്രൽ അല്ലെങ്കിൽ 1 dy യുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ y ആണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈക്വൽ ടു. ഇതിനെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്തോ ഒരു വലിയ സാധനം നിൽക്കുന്നില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ വേഗം താഴത്തേക്ക് നോക്കിക്കോ, ഡിനോമിനേറ്റർ നോക്കിക്കോ, എന്താ വരിക, e raised to x ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, e raised to x ഇവിടെ ഉണ്ട്, പ്ലസ് e raised to minus x ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, മൈനസ് e raised to minus x. അത് അവിടെ ഉണ്ട്. ബേസിക്കലി ഈ താഴത്തിന്റെ ഡെറിവേറ്റീവ് തന്നെയാണ് മേലെ എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കും, ലോഗ് മോഡ് താഴത്തതല്ലേ, ലോഗ് e raised to x പ്ലസ് മൈനസ് e raised to x എന്ന് വരില്ലേ.
ഇനി നിങ്ങൾ ഇവിടെ വെറുതെ സീനങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്താ, ഇതും ലോഗിലാകുമ്പോൾ മാത്രം അത് ലോഗിൽ എഴുതി കൊടുത്താൽ മതി. അത് നമുക്ക് വെട്ടി ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എല്ലാം ലോഗിലല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം? താഴത്തേക്ക് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e⁻x ഡെറിവേറ്റീവ് e⁻x പ്ലസ് e⁻x ഡെറിവേറ്റീവ് മൈനസ് e⁻x. താഴത്തിന്റെ ഡെറിവേറ്റീവ് മേലെ കണ്ടാൽ നേരത്തെ പറഞ്ഞത് എന്താണ്? ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ. ആഫ്റ്റർ കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. അടുത്ത ഇതും ചെയ്ത് നോക്കിയാലോ. ഇതിപ്പോ നേരത്തെ പറഞ്ഞാൽ അങ്ങനെ പ്ലസ് ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. dy ടേമിനെ ഇവിടെ നിർത്തുന്നു, മറ്റാൾക്കാർ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ 1 മൈനസ് e⁻x into sec square y dy ഇവിടെ നിർത്തുന്നു. ഇയാൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ഓഫ് e⁻x tan y dx എന്നാക്കുന്നു. ഇനി നിങ്ങൾ dy by dx ഒന്ന് കാണുന്ന നിർബന്ധമില്ല, നമ്മൾ നോക്കി നോക്കുകയാണ്. dy y ഇവിടെ ഉണ്ട്, y ടേം ഇവിടെ ഉണ്ട്, ഒരു y ഇവിടെ ഉണ്ട്. ഈ yനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊടുത്താൽ പോരണം, പ്രശ്നമൊന്നുമില്ലല്ലോ. അതായത് നോക്കുമ്പോൾ ഇവിടെ dy നിൽക്കുന്നുണ്ട്, ആ yനെയും കൂടി ഇങ്ങോട്ടേക്ക് കൊടുത്താൽ ഇവിടെ മൊത്തം y ആയില്ലേ. എപ്പം ഈ e⁻x അങ്ങോട്ട് കൊണ്ടായാലും മതി. എന്താ പറഞ്ഞത്? ഇവിടെ 2 y ടേം നിൽക്കുന്നുണ്ട്, അതിനകത്ത് ഈ ടാൻ വൈനെയും കൂടി കൊണ്ടുവരും. അപ്പൊ ഇവിടെ ആര് മാത്രമാവും? y ടേം മാത്രമാവും. ഈ 1 മൈനസ് e⁻x അങ്ങോട്ടേക്ക് കൊണ്ട് അവിടെ x ടേം മാത്രമാവും എന്ന് പറയുമ്പോൾ ഇവിടെ sec square y ബൈ ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇവിടെ tan y ഉണ്ടായിരിക്കും. ആ dy നെയും കൂടി എഴുതുക. ഇപ്പൊ ഇവിടെ ആര് മാത്രമായി? ഇവിടെ ആര് മാത്രമായി? y ടേം മാത്രമായി. ഓൾസോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്ത് ആരുണ്ട്? ഒരു മൈനസ് e⁻x ഉണ്ട്. ഡിവൈഡഡ് ബൈ ഇയാളെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 1 മൈനസ് e⁻x എന്നായാലേ dx എന്നില്ല അവിടെ ഓൾറെഡി, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? therefore ഇതിപ്പോ എന്തായി? ദാറ്റ് ഈസ് VSF ആയില്ലേ. നോക്കി നോക്കിയേ, അതായത് ആര് y ഒക്കെ ഒരു ഭാഗത്ത് x ഒക്കെ ഒരു ഭാഗത്തായില്ലടോ. അങ്ങനെയെങ്കിൽ therefore സൊല്യൂഷൻ ഈസ് എന്തായിരിക്കും വരിക? സൊല്യൂഷൻ എന്തായിരിക്കും വരിക? ആ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. sec square y by tan y equal to integral minus e⁻x by 1 minus e⁻x. തവണ മൈനസ് ഉള്ളിൽ തന്നെ കാണിച്ചു, പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എന്തിനാണ് മനസ്സിലാവും ഇപ്പം. ഇനി നിങ്ങൾ ഇതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്തണം. നേരത്തെ ചെയ്ത അതേ കാര്യം, താഴത്തിന്റെ ഡെറിവേറ്റീവ് മേലെ കണ്ടു. ആൻസർ എന്തായിരിക്കും വരിക? dy ഉണ്ട്. ആൻസർ എന്തായിരിക്കും വരിക? ലോഗ് മോഡ് താഴത്തത്, അപ്പൊ ലോഗ് മോഡ് tan y എന്ന് വരും ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താ ചെയ്യാ? വേഗം താഴത്തേക്ക് നോക്കാം. മൈനസ് e⁻x ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് e⁻x അല്ലേ. 1 ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് അല്ല, താഴത്തിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ഡെറിവേറ്റീവ് 0, അത് പോയി. അപ്പൊ ആലോചിക്കണ്ട, മൈനസ് e⁻x ഡെറിവേറ്റീവ് എന്താ? e⁻x. അതിനർത്ഥം 1 ഡെറിവേറ്റീവ് 0 മൈനസ് e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. അതായത് മൈനസ് e⁻x അല്ലേ താഴത്തിന്റെ ഡെറിവേറ്റീവ്, അതല്ലേ ആ മേലെ കിടക്കുന്നത്. സോ ആൻസർ എന്തായിരിക്കും? ലോഗ് മോഡ് താഴത്തതായിരിക്കും 1 മൈനസ് e⁻x. ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇതിന് ലോഗ് അതിന് ലോകം അടുത്ത എന്ത് ചെയ്യും? ലോഗിൽ ഇട്ട് കൊടുക്കും, ലോഗ് മോഡ് സി. അങ്ങനെയെങ്കിൽ ലോഗ് ഓഫ് ടാൻ വൈ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇത് ഏത് ഫോമിലാണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി എന്തായിരിക്കും വരിക? ലോഗ് ഓഫ് എ ബി അല്ലേ. ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ഇൻറ്റു ബി അല്ലേ വരിക എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് എന്ത് വരും? 1 മൈനസ് e⁻x ഇൻറ്റു സി എന്ന് വരും. ലോഗും കട്ടായി, മോഡും പോയി, കാരണം കോൺസ്റ്റന്റ് പ്ലസും മൈനസ് ഒന്നുമില്ല. അപ്പൊ ദാറ്റ് ഈസ് ടാൻ വൈ ഈക്വൽ ടു എന്ത് എഴുതാം? 1 മൈനസ് e⁻x ഇൻറ്റു സി എന്ന് എഴുതാം. 1 മൈനസ് e⁻x ഇൻറ്റു സി എന്ന് എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇയാളെ ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. തൽക്കാലം നമുക്ക് ഇത്രയും മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2-3 വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, അതും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ. ഇതാണ് ഇതിൽ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഈ ഡി സോൾവ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഈ ഒരു കണ്ടീഷൻ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യുന്നല്ല പഠിച്ചത്. ഇതാണ് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ തരുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് പോലും പറയുകയാണെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ കണ്ടെത്തുന്ന അഥവാ കണ്ടീഷൻ ഇല്ലാതെ കണ്ടെത്തുന്ന എന്താണ്? ഒരു പ്ലസ് സി എന്ന് പറയുന്ന ഒരു ജനറൽ കോൺസ്റ്റന്റ് ഉള്ള സൊല്യൂഷൻ അല്ലടാ. ഇതുവരെ കണ്ടെത്തില്ല, ഒരു പ്ലസ് സി അവസാനം ഇല്ലായിരുന്നോ? അപ്പൊ അതൊരു ജനറൽ കോൺസ്റ്റന്റ് ഉള്ള, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ള സൊല്യൂഷൻ ആയതിനാൽ അതിന് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. ഇനി ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ആർബിട്രറി കോൺസ്റ്റന്റ് പർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ സി പോയി അവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ വരും. സോ അങ്ങനത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത്തരം സൊല്യൂഷനാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ആ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടീഷൻ തരുന്നത്. ആ കണ്ടീഷൻ ഇപ്പൊ നിങ്ങൾ അങ്ങ് മറന്നേക്കും. ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, അത് ലാസ്റ്റ് ഇട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. സോ ആദ്യം നിങ്ങൾ ഇതിനെ സാധാ പോലെ സോൾവ് ചെയ്യുക. എങ്ങനെ സോൾവ് ചെയ്യാം? ആദ്യം നോക്കേണ്ട വേരിയബിൾസ് സെപ്പറബിൾ ആണ്. എന്ത് ചെയ്യുക? ഈ dy ഇവിടെ ഉണ്ട്,
ആ y ടേമിന് ഇങ്ങോട്ടേക്ക് വലിച്ചാൽ ഇവിടെ y മാത്രമാവും. അവിടെ -4x ഉണ്ട്, ഈ ഡി എക്സിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്താവും, അവിടെ x മാത്രമാവും എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ നോക്കിക്കോ, ഇവിടെ dy ന്റെ അടുത്തേക്ക് ആരെ കൊണ്ടുവരുന്നു, ഈ y² കൊണ്ടുവരുന്നു, ഈക്വൽ ടു ഈ 4x അടുത്തേക്ക് ആര് കൊണ്ടുവരുന്നു, ഈ ഡി എക്സിനെ കൊണ്ടുവരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ഞാൻ നോക്കിയപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ, ഈ മൈനസിനെ, അതായത് ഈ കൂടെ പോരുന്ന y² കൂടെ ആ മൈനസും കൂടെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ആ മൈനസ് താഴെട്ടാലും മേലിട്ടാലും ഒരേപോലെ അല്ലേ, എന്തിനാ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഞാൻ മനസ്സിലാവും. ആ മൈനസ് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ, കൊണ്ടുവന്നതിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരേപോലെ തന്നെ കിട്ടുക. ചെറിയ റിയലൈസ്മെന്റ് അടുത്ത് ഞാൻ ചെയ്യുന്ന ഉത്തരവും നിങ്ങൾ ചെയ്യുന്ന ഉത്തരവും സെയിം ആയിരിക്കും. എപ്പം നിങ്ങൾ ഇവിടെ ഈ 4x അല്ലെങ്കിൽ മൈനസിന് അവിടെ വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ചെറിയ റീഅറേഞ്ച്മെന്റ് എടുത്ത് ഞാൻ ചെയ്ത് കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ അതിനുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി, ഒരു പ്രശ്നമില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഇത് എന്താണ് VSF അല്ലേ. അങ്ങനെയെങ്കിൽ therefore solution is, അങ്ങനെയെങ്കിൽ സൊല്യൂഷൻ എന്താ, ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ മൈനസ് പുറത്ത് വെക്കുന്നു, ഇന്റഗ്രൽ ഓവർ 1/y² dy അല്ലേ ഇവിടെ ഉള്ളത്, ഈക്വൽ ടു ഇവിടെ ഇന്റഗ്രൽ ഓവർ 4x dx അല്ലേ ഉള്ളത്. എങ്ങനെ ഈ സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യും, മൈനസ് അതുപോലെ തന്നെ വെച്ചേ, 1/y² 1/x² ഇന്റഗ്രൽ എന്താ, -1/x ആ. സോ 1/y² ഇന്റഗ്രൽ എന്താണ്, -1/y ആണ്. ആ മൈനസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാ മൈനസിനെയും കൂടി കൊണ്ടുവരുന്നത്. യാതൊരു നിർബന്ധമില്ല, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഈക്വൽ ടു ഇതിനെ 4 മാറ്റി വെച്ചു, എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, x²/2 ആണ്. 4 മാറ്റി വെച്ചു ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ അത് x²/2 ആണ്. ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഒരു കോൺസ്റ്റന്റ് ഇട്ടിരിക്കണം. ഓക്കെ ആണല്ലോ. അങ്ങനെ ഈ 2നെയും 4നെയും കട്ട് ചെയ്യുമ്പോൾ 2 വരും, ഈ മൈനസും പോയി പ്ലസ് ആയി. സോ y ക്യാൻ 1/y ഈക്വൽ ടു എന്താ വരിക, 2x² + c എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1 ആക്കി അവർ അങ്ങനെ ഇടുക. കാരണം എന്താണ്, ഒരു കണ്ടീഷനും കൂടി അപ്ലൈ ചെയ്യാണ്ട്. അപ്പൊ ഗിവൺ നമുക്ക് ഇവിടെ ചെയ്യാം. ഗിവൺ എന്താണ്, അവർ തന്നിട്ടുണ്ടല്ലോ, എന്താണ് y = 1 when x = 0 എന്ന് അവർ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ therefore ഇക്വേഷൻ 1 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. y ഒക്കെ കാണുന്നോടത്ത് 1 കൊടുക്കുക, x ഒക്കെ കാണുന്നോടത്ത് 0 കൊടുക്കുക. മനസ്സിലായല്ലോ. y കാണുന്നോടത്ത് 1 കൊടുക്കുമ്പോൾ 1/1 = 2 × 0² + c എന്നല്ലേ ഇവിടെ വരിക. 2 × 0 എന്താ വരിക, 0 അല്ലേ. ദാറ്റ് ഈസ് ഇത് 1 = 0 + c, ദാറ്റ് ഈസ് c = എന്താ വരിക, 1 എന്ന് കിട്ടൂല. സിമ്പിൾ ആയിട്ട് 0 + c ആണ്, c = 1 ആയല്ലോ. അങ്ങനെയെങ്കിൽ therefore the particular solution is അങ്ങനെയെങ്കിൽ ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്തായിരിക്കും വരിക, എന്താ പർട്ടിക്കുലർ സൊല്യൂഷൻ വരെ നോക്കി നോക്കിയേ. ഇതിൽ എങ്ങനെയാണ്, സീന്റെ പകരം നിങ്ങൾ ആരെ മാറ്റി കൊടുക്കുക, 1 എന്ന് മാറ്റിയ നേരെ ഉത്തരം കിട്ടി. അപ്പൊ ഇക്വേഷൻ 1 എന്ത് ചെയ്യുക, സീന്റെ പകരം മാറ്റി കൊടുക്കുക. 1/y = 2x² + സീന്റെ പകരം 1 ഇട്ട് കൊടുത്താൽ ഇതാണ് നിങ്ങളുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, ജനറൽ സൊല്യൂഷൻ ഇതാ, അതിലെ സീന്റെ വാല്യൂ കണ്ടിട്ട് തിരിച്ചിട്ട് കൊടുത്ത പർട്ടിക്കുലർ സൊല്യൂഷൻ. അത്രയുള്ള പരിപാടി. ഇതിലൊരു 2-3 മോഡലും കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് വേറെ 2-3 മോഡലും കൂടി, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതും കൂടി ചെയ്താൽ ഉറപ്പായിട്ട് ഈ പാട്ടോടെ അവസാനിപ്പിക്കും. ഓക്കെ ആണല്ലോ. സോ അതും കൂടി ചെയ്തോ. ഇതാണ് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വീഡിയോ കണ്ടുകൊണ്ട് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമന്റ് ഇട്ടേക്കുക, എന്താണ് നിങ്ങൾ ആരും കാണുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇത്രയും ലെങ്ത് ആക്കണോ വേണ്ടതും കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കുക. കാരണം ഇത്രയും നിങ്ങൾക്ക് അത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് തരുന്നുണ്ട്. സോ അതുകൊണ്ട് അത് ലെങ്ത് ആയിരിക്കും, അത് നിങ്ങൾ പ്രശ്നമാക്കണ്ട. ചെയ്ത് തന്നെ പഠിച്ചേക്കുക. ഓക്കെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ കണ്ടീഷൻ അങ്ങ് മാറ്റി വെച്ചു. ആദ്യം നമുക്ക് തന്നത് ഏത് ഫോമില എന്ന് അറിയണ്ടേ. ആദ്യം നമ്മൾ നോക്കി വേരിയബിൾ സെപ്പറബിൾ ആണോ എന്നല്ലടാ. y ഇവിടെ ഉണ്ട്, ഇയാളെ ഇങ്ങോട്ടേക്ക് എടുത്താൽ dy/y ഉണ്ടാവുമല്ലോ, ഇവിടെ y മാത്രമാവുമല്ലോ. ഈ dx അങ്ങോട്ടേക്ക് എടുത്താൽ tan x × dx x മാത്രമാവുമല്ലോ എന്ന് പറയുമ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഇയാൾ നമ്മൾ എന്ത് ചെയ്യുന്നു, dy ഇവിടെ നിൽക്കുന്നുണ്ട്, അതിന് താഴേക്ക് y നെ കൊണ്ടുവരുന്നു, ഈക്വൽ ടു tan x അവിടെ നിൽക്കുന്നുണ്ട്, അതിന്റെ അടുത്തേക്ക് dx നെ കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് മനസ്സിലായി, ദാറ്റ് ഈസ് VSF ആണെന്ന് മനസ്സിലായി. എളുപ്പമാണല്ലോ. therefore സൊല്യൂഷൻ എന്തായിരിക്കും വരിക, സൊല്യൂഷൻ ഈസ് ഇന്റഗ്രൽ ഓവർ 1/y dy = ഇന്റഗ്രൽ tan x dx എന്നല്ലേ വരിക. അറിയാലോ, രണ്ട് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്ത സൊല്യൂഷൻ കിട്ടും. അപ്പൊ 1/y യുടെ ഇന്റഗ്രൽ എന്താണ്, നിങ്ങൾക്കറിയാം 1/x ന്റെ ഇന്റഗ്രൽ log x ആണ്, log mod x ആണ്. അല്ലെങ്കിൽ 1/y യുടെ ഇന്റഗ്രൽ എന്തായിരിക്കും, log mod y.
ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കണം. ആൻസർ എന്താ വരിക? ലോഗ് മോഡ് സീക്ക് എക്സ് എന്നാണ് വരിക. ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഒരു കോൺസ്റ്റന്റ് ഇടണം. ഇതും ലോഗ് ആകുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇതിനെയും ലോഗിൽ ഇട്ട് കൊടുക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ ആരുണ്ട്? ലോഗ് മോഡ് വൈ ഉണ്ട്. ഇതാരാണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി അല്ലേടാ. എന്താ വരിക? ലോഗ് എ ഇൻറ്റു ബി അല്ലേ എന്ന് പറയുമ്പോൾ ലോഗ് ഓഫ് സീക്ക് എക്സ് ഇൻറ്റു സി എന്ന് എഴുതിയാലും സീക്ക് എക്സ് എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ലോഗും കട്ട് ചെയ്യുന്നു, മോഡും ഒഴിവാക്കുന്നു. അപ്പൊ ദാറ്റ് ഈസ് എന്ത് എഴുതാം? y ഈക്വൽ ടു എന്ത് എഴുതാം? സീക്ക് എക്സ് എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആക്കി അവിടെ കേട്ടോ. അങ്ങനെയെങ്കിൽ ഇനി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഗിവൺ എന്താ പറഞ്ഞിട്ടുള്ളത്? y ഈക്വൽ ടു 1 when x ഈക്വൽ ടു 0 എന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? therefore ആ ഇക്വേഷൻ 1ൽ വാല്യൂ അങ്ങ് ഇട്ട് കൊടുത്തരാ. y കാണുന്ന കൊടുത്തേക്ക 1 x കാണുന്ന കൊടുത്തേക്ക് 0 ഇട്ട് കൊടുത്തേ. yക്ക് 1 ഇട്ട് കൊടുക്കുന്നു. c ഇൻറ്റു സിക്ക് എന്തായിരിക്കും വരിക? 0 എന്ന് വരില്ലേ? എന്താണ് സിക്ക് 0? cos 0 എന്താ? 1 ആണ്. സോ 1 അതിന് റെസിപ്രോക്കൽ എടുക്കുകയാണ്. 1ന്റെ റെസിപ്രോക്കൽ 1 അല്ലേ? ദാറ്റ് ഈസ് 1 ഈക്വൽ ടു എന്താണ്? c ഇൻറ്റു 1. ദാറ്റ് ഈസ് ബേസിക്കലി ആരാ? c ഈക്വൽ ടു 1 ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ therefore the particular solution എന്തായിരിക്കും വരിക? ഈസ് എങ്ങനെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതുക? ജനറൽ സിന്റെ പകരം 1 ഇട്ട് കൊടുക്കുക. y ഈക്വൽ ടു 1 ഇൻറ്റു സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? സീക്ക് എക്സ് അല്ലേ? ഉത്തരം എളുപ്പമാണല്ലോ. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Find the equation of a curve passing through the point. ഒരു പോയിന്റിലൂടെ, ഏതാ പോയിന്റ്? -2,3 എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു കർവിന്റെ ഇക്വേഷൻ ആണ് കണ്ടെത്തേണ്ടത്. നിങ്ങളൊരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇന്റഗ്രേഷൻ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്താൽ നിങ്ങൾക്കൊരു y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അല്ലേടെ കിട്ടുക. ആ ഫംഗ്ഷൻ ഏതോ ഒരു ഫാമിലി ഓഫ് കർവിൻ്റെ ഒരു കർവിൻ്റെ ഇക്വേഷൻ ആയിരിക്കില്ല, ഒരു ഫാമിലി ഓഫ് കർവിൻ്റെ ഇക്വേഷൻ ആയിരിക്കും. കാരണം അതിലൊരു ജനറൽ കോൺസ്റ്റന്റ് ഉള്ളതാണ്. അതിനൊരു ഫാമിലി ഓഫ് കർവിൻ്റെ എന്ന് പറയാൻ കാരണം അതിനൊരു പ്രത്യേക വാല്യൂ ആണെങ്കിൽ അത് ഒരു കർവിൻ്റെ ഇക്വേഷൻ ആണെന്ന് ഞാൻ പറയും. പക്ഷേ അതിൽ സി ഉള്ളതുകൊണ്ട് തന്നെ ആ സിയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ആ ഫാമിലിയിലെ വ്യത്യസ്ത കർവുകൾ അതേ ഫാമിലിയിലായിരിക്കും വ്യത്യസ്ത കർവുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഫംഗ്ഷനും ഓരോ കർവുകളാണ്. ആ കർവിന്റെ ഫാമിലി ഉണ്ടായിരിക്കും. നമ്മൾ ഇന്റഗ്രേഷൻ യൂസ് ചെയ്ത് കണ്ടെത്തുന്നത് ആ ഫാമിലി ഓഫ് കർവ്സ് തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അതിന് ഫാമിലി എന്ന് വിളിക്കുന്നത്? അതിലൊരു ജനറൽ കോൺസ്റ്റന്റ് സി ഉള്ളതുകൊണ്ടാണ്. സി അല്ലാതെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉള്ളതെങ്കിൽ അതൊരു കർവിന്റെ ഇക്വേഷനാണ്. സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നിങ്ങളോട് തുടക്കത്തിൽ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഒരു y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് കിട്ടുക, അല്ലെങ്കിൽ y ഈക്വൽ ടു f of x ആ കിട്ടുക. അതൊരു ഫാമിലി ഓഫ് കർവ്സ് ആയിരിക്കുമെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കണം. കാരണം എന്താണ്? ജനറലി അതിലൊരു കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴും. കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ടാണ്. മനസ്സിലായല്ലോ? അതിന് നമ്മൾ പിന്നെ പർട്ടിക്കുലറിലേക്ക് മാറ്റി ഒരു കർവിന്റെ ഇക്വേഷൻ കണ്ടെത്തും. അതെങ്ങനെയാ നോക്കാം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ കർവ്. ഒരു കർവിന്റെ ഇക്വേഷനാണ് കണ്ടെത്താൻ പറഞ്ഞത്. നമുക്കറിയാം നമ്മളിത് സോൾവ് ചെയ്താൽ ഒരു ഫാമിലി ഓഫ് കർവ്സിന്റെ ഇക്വേഷനെ കിട്ടുള്ളൂ. കാരണം അതിലൊരു സി ഉണ്ടായിരിക്കും. ആ സീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പാസിംഗ് ത്രൂ ദ പോയിന്റ്. അങ്ങനെ ആ ഫാമിലി ഓഫ് കർവ്സ് എടുക്കുമ്പോൾ ഈ പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ ഒറ്റൊരു കർവേ ഉണ്ടായിരിക്കുള്ളൂ. ആ കർവ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പറഞ്ഞുള്ളത്. അങ്ങനെയെങ്കിൽ സി കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ ആണുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് എക്സിന്റെയും ഇത് വൈന്റെയും വാല്യൂ അല്ലടാ. സോ എക്സിന്റെയും വൈന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് ചെയ്താൽ മതി. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഗിവൺ ദാറ്റ് തന്നിട്ടുണ്ട്. ഇനി നല്ലോണം ശ്രദ്ധിച്ചിരിക്കാം. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ്. അതായത് കർവിന് വരക്കുന്ന ഒരു ടാൻജന്റ് ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ സ്ലോപ്പ് എന്താണ്? അറ്റ് എനി പോയിന്റ്, ആ കർവിൽ ഏത് പോയിന്റ് എടുത്താലും എക്സ് വൈ എന്ന് പറഞ്ഞ ഏത് പോയിന്റ് എടുത്താലും അത് എത്രയാണെന്നുണ്ടാ? 2x/y². ഇനി എൻ്റെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഒരു കാര്യം അറിയാം. ഒരു കർവിന്, ഏത് കർവ് ആയിക്കോട്ടെ, അതിന് വരക്കുന്ന ഒരു പോയിന്റിൽ വരക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവിന് ഈക്വലാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഒരു നോട്ടാക്കി എഴുതി വെച്ചോ. എന്താണ് നോട്ട്? നമ്മുടെ നോട്ട് ഇത് എൻ്റെ വകയുള്ള നോട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്കുക. ഞാൻ ജനറൽ ആയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ ഒരു കർവ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് തരാം. ഇപ്പം ഇതാണ് ഒരു കർവ്. നിങ്ങൾ വെറുതെ ഒരു കർവ് ഞാൻ കാണിക്കുകയാണ്. ഇതൊരു കർവാണ്, ഈ ഒരു ജനറൽ കർവാണ്. ഈ കർവിന് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ടാൻജന്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട്
ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ടാൻജന്റ് വരച്ചു കൊടുക്കുകയാണ്. ഈ പോയിന്റ് ഞാൻ വെറുതെ ജനറലി ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിന് x,y എന്ന് പേര് കൊടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പോയിന്റിനെ ഇവിടെ ഞാനൊരു ടാൻജന്റ് വരക്കുകയാണെങ്കിൽ ഇതിന് ഞാനൊരു ടാൻജന്റ് വരക്കുകയാണെങ്കിൽ ഈ ടാൻജന്റ് അല്ല, ടാൻജന്റിന്റെ സ്ലോപ്പ്, ടാൻജന്റ് അല്ല, ടാൻജന്റിന്റെ ഒരു സ്ലോപ്പ് ഉണ്ടായിരിക്കുമല്ലോ, ചെരിവ് ഉണ്ടായിരിക്കുമല്ലോ. ചെരിവ് കാണാൻ നമ്മൾ സ്ട്രൈറ്റ് ലൈൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, സീനാൻ കണ്ടാകുന്ന ആവശ്യമില്ല. അപ്പൊ ഇവിടുത്തെ ടാൻജന്റിന് ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കോടാ, ഒരു കർവിന് വരക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഡെറിവേറ്റീവിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ, ആ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈ കർവ് XY ഈസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഉത്തരം തന്നിട്ടുണ്ടല്ലോ. അതായത് ഗിവൺ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അവർ തന്നിട്ടുണ്ട്. എന്താണ് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് എനി പോയിന്റ് XY എന്താണെന്ന് തന്നിട്ടുണ്ട്, 2x/y² ആണ് അവർ തന്നിട്ടില്ലേ. നമുക്കറിയാം ദാറ്റ് ഈ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്, അഥവാ dy/dx ആണ് എന്തിന് ഈക്വൽ, 2x/y² ഈക്വൽ. ഇപ്പൊ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയില്ലോ. അങ്ങനെയെങ്കിൽ ഇതിനെ സോൾവ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ കിട്ടൂലേ, അതൊരു കർവ് അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെയാ സോൾവ് ചെയ്യുക? അപ്പൊ നമ്മൾ നോക്കേണ്ടത് സോൾവ് ചെയ്യാൻ ആദ്യം വേരിയബിൾ സെപ്പറബിൾ ആണോ നോക്കാം. ഇവിടെ y ഉണ്ട്, ഈ y² അങ്ങോട്ടേക്ക് തട്ടുക, x അങ്ങോട്ടേക്ക് തട്ടുക എന്ന് പറയുമ്പോൾ ഇവിടെ y മാത്രം x മാത്രമായില്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ dy-ന്റെ അടുത്തേക്ക് y² തട്ടുന്നു, ഈക്വൽ ടു 2x അടുത്തേക്ക് dx തട്ടുമ്പോൾ എന്തായിട്ട് മാറി, ദാറ്റ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം ആയിട്ട് മാറി. അപ്പൊ therefore സൊല്യൂഷൻ ഈസ്, ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും വരിക, രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. y² dy ഈക്വൽ ടു 2നെ മാറ്റി വെക്കുന്നു, ഇന്റഗ്രൽ x dx എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ y² ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് y³ 3 എന്നും, 2 അവിടെ വെച്ചിട്ട് ഇൻറ്റു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ x²/2 എന്ന് വരും. ആഫ്റ്റർ ഇന്റഗ്രേഷൻ നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കണം. 2 കട്ടായി കഴിഞ്ഞാൽ y³ ഞാൻ ഇങ്ങനെ ഒരു ട്രിക്കും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. y³ ഈക്വൽ ടു നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ y³/3 ഈക്വൽ ടു x² + c അല്ലടാ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ 3നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ഡിവൈഡ്/3നെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആണ് എന്ന് പറയുമ്പോൾ ഈ x²നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, c-നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ x²നും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3x² ആയില്ലടാ. എടാ കോൺസ്റ്റന്റ് ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്താടാ, കോൺസ്റ്റന്റ് അല്ലേ. ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു മറ്റൊരു കോൺസ്റ്റന്റ്, 3 ഒരു കോൺസ്റ്റന്റ് ആണോ, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു മറ്റൊരു കോൺസ്റ്റന്റ് എന്താ, അതൊരു കോൺസ്റ്റന്റ് അല്ലേ. ബേസിക്കലി 3നെ c-നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 3c എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് തന്നെയാണ്. ബേസിക്കലി 3 ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾ എന്തിട്ടാൽ മതി, c എന്നിട്ടാൽ മതി. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കാണിച്ചു കൊടുക്കുക. കോൺസ്റ്റന്റ് ഇൻറ്റു എന്ത് ചെയ്താൽ കോൺസ്റ്റന്റ് ഞങ്ങൾക്ക് അറിയാമെന്നുള്ള നില നിങ്ങൾ കാണിച്ചു കൊടുക്കണം. മനസ്സിലായല്ലോ. ഐഡിയ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് പോവുക, അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക, കാരണം ഒറ്റ കർവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗിവൺ നമ്മളോട് ഒരു പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ തന്നിരിക്കുന്ന കർവ്, നമ്മൾ കണ്ടുപിടിച്ച കർവ് ഗിവൺ ഇക്വേഷൻ 1 എന്തിലൂടെ കടന്നു പോകുന്നത്, ഇക്വേഷൻ ആ കർവ് എന്തിലൂടെ കടന്നു പോകുന്നത്, the given equation 1 passing through എന്തിലൂടെ കടന്നു പോകുന്നവർ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, -2,3 കടന്നു പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ therefore ഇക്വേഷൻ 1 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, എന്ത് എക്സിന്റെ പകരം -2, y-ന്റെ പകരം 3 കൊടുത്താക്കാം. y-ന്റെ പകരം ഞാൻ 3 കൊടുക്കുന്നു. സോ 3³ ഈക്വൽ ടു 3 ഇൻറ്റു -2² + c എന്ന് കിട്ടും. എന്ന് പറയുമ്പോൾ 3³ എന്താ വരിക, 3 × 3 9 × 3 27 ആണ്. സോ 27 ഈക്വൽ ടു 3 ഇൻറ്റു എന്താ 4 അല്ലടാ, എന്താ വരിക 12 എന്നല്ലേ വരിക, പ്ലസ് ഇതാ -2² എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 3 12 ആണ്. എന്ന് പറയുമ്പോൾ therefore c എന്തായിരിക്കും വരിക, 27 - 12 എന്നല്ലേ വരിക. ദാറ്റ് ഈസ് c ഈക്വൽ ടു എന്തായിരിക്കും വരിക, 15 എന്നായിരിക്കും വരിക. സിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം ഇതിൽ കൊണ്ടുപോയി കൊടുക്കുക. നമ്മൾ സാധാരണ പർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതാറ്. ഇത്തവണ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, ഇക്വേഷൻ ഓഫ് ദ കർവ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ എഴുതാനും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ എഴുതാണ്, therefore the equation of the curve, therefore the equation of the curve എന്ന് പറഞ്ഞിട്ട് ഏതാണ്, ഈസ് എന്ന് പറഞ്ഞിട്ട് ഇതിലെ y³ ഈക്വൽ ടു 3x² + 15 എന്ന് എഴുതി കൊടുക്കുകയാണ്. ഈ കർവാണ് ഇതിലൂടെ പാസ് ചെയ്യുകയും അതിന്റെ സ്ലോപ്പ് ഇതാവുകയും ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുപോലത്തെ 2 ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഐഡിയ വരും. വീഡിയോ ലെങ്ത് ആവേണ്ടത് അറിയാം, പക്ഷെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടേ വിടുള്ളൂ. കണ്ടില്ല എന്നുള്ളത് എൻ്റെ ഭാഗത്തുള്ള നിങ്ങൾ പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിരി. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ.
ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് കർവ് പാസിംഗ് ത്രൂ 1,1. ഒരു കർവിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അത് എന്തിലൂടെ കടന്നു പോകുന്നുണ്ട്? 1,1. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷനാണ് നമുക്ക് മനസ്സിലായി. അതിന്റെ ഹൂസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്, ആ കർവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ നേരിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ലാഭമായി. ഇപ്പൊ ഇത് നേരത്തെ നമ്മൾ കുറെ പണിയെടുക്കണമായിരുന്നു. ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുന്നതിന് സോൾവ് ചെയ്ത് നമുക്ക് കർവിന്റെ ജനറൽ ഫോം ഇട്ട് കൊടുക്കും. നമുക്ക് എന്ത് കിട്ടുന്നു? ആ ഒറ്റ കർവ് കിട്ടുന്നു. സിമ്പിൾ മെത്തേഡാണ്. സോ ഗിവൺ എന്ന് പറഞ്ഞാൽ കർവ് ഒന്ന് എടുത്ത് എഴുതിക്കടാ. ഗിവൺ എക്സ് ഇൻറ്റു ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് എഴുതിക്കേ. 2x² + 1dx അല്ലേ വരിക. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. ഇവിടെ മൊത്തം എക്സാ. ഈ എക്സിനെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയി എല്ലാ ആ ഭാഗത്ത് മൊത്തം എക്സ് ആയില്ലേ എന്ന് പറയുമ്പം ഇവിടെ 1dy നിൽക്കും, അല്ലെങ്കിൽ dy നിൽക്കും. അപ്പുറത്തേക്ക് 2x² + 1/x കൊണ്ടുപോകുന്നു ഇൻറ്റു dx ആയി. ദാറ്റ് ഈസ് ഇപ്പൊ VSF ആയില്ലേ, വേരിയബിൾ സെപ്പറബിൾ ഫോം ആയി. നോക്കിയേ, എക്സ് മാത്രം സൈഡിൽ, y മാത്രം സൈഡിൽ. അപ്പൊ therefore സൊല്യൂഷൻ ഈസ്, അങ്ങനെയെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും വരിക? രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ dy = ഇന്റഗ്രൽ 2x² + 1/x dx. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണ് ഡിവൈഡ് ഇന്റഗ്രൽ? അത് y ആണ്. ഈക്വൽ ടു, ഇതിനെന്തോ വലിയ സാധനമാണ്. ഡിനോമിനേറ്റർ നോക്കിയൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ. ഇതാണ് ഇതിന്റെ ഇന്റഗ്രേഷന്റെ ബേസിക്. ഡിവിഷൻ ഒക്കെ വന്നാൽ വേഗം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നോക്കലേ നമ്മളെ പണി. സോ വേഗം സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത് നോക്കിയാ. 2x² താഴെ ഒരു x ഇട്ട് കൊടുക്കുന്നു, പ്ലസ് 1 താഴെയും x ഇട്ട് കൊടുക്കുന്നു. dx എന്ന് എഴുതാം. ഒരു ബ്രാക്കറ്റിലൊക്കെ ആക്കി കൊടുക്കാം. ഈ എക്സിനെയും ഞാൻ കട്ട് ചെയ്യുന്നു. അതായത് ദാറ്റ് ഈസ് ലാസ്റ്റ് കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ഓൾറെഡി ഇവിടെ നിങ്ങൾ ഇനിയിപ്പോൾ കൺഫ്യൂഷൻ അടിക്കുകയാണ്. ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇന്റഗ്രൽ dy = എന്തായിട്ട് മാറി? ഇവിടെ ഇന്റഗ്രൽ 2x ആണ് + 1/x dx എന്നായിട്ട് മാറിയില്ലേ. 2x ഇന്റഗ്രേറ്റ് ചെയ്യാറിയാലോ, 1/x ഇന്റഗ്രേറ്റ് ചെയ്യാറിയാലോ, എല്ലാവരും ഇന്റഗ്രേറ്റ് ചെയ്യാനറിയാം. therefore dy ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y, 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 അവിടെ മാറ്റി വെച്ചു. x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 ആണ്, പ്ലസ് 1/x ഇന്റഗ്രൽ ലോഗ് മോഡ് x ആണ്. ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഒരു കോൺസ്റ്റന്റ് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ഇതും കട്ട് ചെയ്താൽ ബാക്കി y = x² + ലോഗ് മോഡ് x + c എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മളോട് എന്ത് കൂടി കടന്നു പോകുന്നുണ്ട്? ഗിവൺ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? ഇക്വേഷൻ 1 എന്തിലൂടെ കടന്നു പോകുന്നു പറഞ്ഞിട്ടുണ്ട്? പാസസ് ത്രൂ 1,1. അത് 1,1 കടന്നു പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ 1 എങ്ങനെ മാറ്റിയതാടാ? എക്സിന്റെ സ്ഥാനത്തൊക്കെ 1ഉം വൈന്റെ സ്ഥാനത്തൊക്കെ 1ഉം കൊടുത്തു നോക്കാം. അപ്പൊ y കാണുന്നിടത്ത് 1 = x കാണുന്നിടത്തൊക്കെ 1 കൊടുക്കുക, പ്ലസ് ലോഗ് മോഡ് 1 + c എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 = 1 പ്ലസ് ലോഗ് 1ന്റെ വാല്യൂ എന്താടാ? ലോഗ് 1 0 ആണ്. ലോഗ് 0 നോട്ട് ഡിഫൈൻഡ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. ലോഗ് 1 0 ആണ്, പ്ലസ് സി ആണ്. ദാറ്റ് ഈസ് ഈ 1 ഇങ്ങോട്ടേക്ക് നിങ്ങൾ എടുക്കുക. c = എന്തായിരിക്കും വരിക? ഇവിടെ 0 + c ആണ്. പിന്നെ c ഈ 1 ഇങ്ങോട്ടേക്ക് എടുക്കുക. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 = 0 + c ആണല്ലോ. ദാറ്റ് ഈസ് 1 + c എന്ന് എഴുതാം. c = 1 - 1. ഇവിടെ 1 ഉണ്ട്, ആ -1 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ 0 ആയിട്ട് മാറും. c 0 കിട്ടിക്കഴിഞ്ഞാൽ therefore the equation of the curve is എന്തായിരിക്കും ഇക്വേഷൻ ഓഫ് ദ കർവ് വരിക? ആ y = x² + ലോഗ് മോഡ് x എന്ന് കിട്ടുമല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. c 0 ആയി പോയി, അപ്പൊ അത് എഴുതണ്ട. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഒരു പ്രിൻസിപ്പൽ വാല്യൂവുമായി ബന്ധപ്പെട്ട അടിപൊളി ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്കത് വേണം, ഞാൻ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ഇട്ടേക്കുക. അല്ലാതെ അത് എക്സാമിന് ചോദിച്ച് കാണാറില്ല. സിമ്പിളാണ് ചെയ്യാൻ. കുറച്ച് ലോഗിനെ എക്സ്പോണൻഷ്യലിനെ ലോഗ് ആക്കാനും അറിയുന്ന എല്ലാവർക്കും ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ ബാക്കി അതിൻ്റെ കുറേ മോഡലുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടി വേണമെന്നൊന്ന് കമൻറ്റ് ഇട്ടേക്കുക. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ്. കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, കുറച്ച് +1 കുറച്ച് കാര്യങ്ങൾ അറിയേണ്ട ക്വസ്റ്റ്യനാണ്. നോക്കി വെക്കാം. അറ്റ് എനി പോയിന്റ് xy ഓഫ് എ കർവ്, ഒരു കർവിന്റെ ഏതൊരു പോയിന്റ് എടുത്താലും എന്നാണ് പറഞ്ഞതിനർത്ഥം സ്ലോപ്പ് ഓഫ് ടാൻജന്റ്, അവിടുത്തെ ആ ഒരു പോയിന്റിന് വരയ്ക്കുന്ന ടാൻജന്റ് സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈസ്
ട്വൈസ് ഡബിൾ ആണ് ആരുടെ ദ സ്ലോപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ് ഏതോ ഒരു ലൈൻ സെഗ്മെന്റിന്റെ സ്ലോപ്പിന് ആ ലൈൻ സെഗ്മെന്റിന്റെ പ്രത്യേകത എന്താണ് ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അഥവാ ഈ എക്സ് കോമ വൈനെയും അതാണ് ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടു ദ പോയിന്റ് അഥവാ ഈ പറയുന്ന എക്സ് കോമ വൈ ഉണ്ടാവുമല്ലോ അതിനെയും ഈ -4, -3 ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് നമ്മൾ വരക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും അതിന്റെ സ്ലോപ്പിന് എന്താ ഡബിൾ ആയിരിക്കും എന്നാ പറഞ്ഞത്. ഇനി ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ കർവ് അങ്ങനെയാണെങ്കിൽ ആ കർവിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക ഗിവൺ ദാറ്റ് ഇറ്റ് പാസസ് ത്രൂ -2 1 അത് നമുക്ക് ആ കർവിന്റെ സി കണ്ടുപിടിക്കാനുള്ളതാണ്. ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു കർവ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇതാണ് ഇപ്പൊ എന്റെ കർവ് എന്ന് വിചാരിക്കും നിങ്ങൾ ഇതാണ് എന്റെ കർവ് എന്ന് വിചാരിക്കും വെറുതെ വിചാരിക്കാലോ. ഇതിന്റെ ഈ പോയിന്റ് ആണ് എക്സ് കോമ വൈ എന്ന് വിചാരിക്കും. നമ്മൾ എടുക്കുന്നതാണ് എക്സ് കോമ വൈ. അങ്ങനെയെങ്കിൽ ഇതിന് ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ ഞാനൊരു ടാൻജന്റ് വരക്കുകയാണെങ്കിൽ ആ ടാൻജന്റിന് സ്ലോപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ആ ടാൻജന്റിന്റെ ആ സ്ലോപ്പ് ഉണ്ടല്ലോ ആ സ്ലോപ്പ് ആർക്ക് ഈക്വൽ ആണെന്നാ പറഞ്ഞാടാ ട്വൈസ് ഡബിൾ ആണ്. ആരുടെ ഡബിളിന് ഇത് ട്വൈസ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് അതായത് ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട് അത് ആര് ജോയിൻ ചെയ്യാണ് ഈ പറയുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ ഈ ടാൻജന്റും ഈ കർവും തൊടുന്ന ആ പോയിന്റ് ഓഫ് കോണ്ടാക്ടിനെയും ടു ദ പോയിന്റ് -4, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കും -4, -4, -3 ഉണ്ടെന്ന് വിചാരിക്കും. ഇതിന് രണ്ടിനെയും കൂടി ജോയിൻ ചെയ്ത് ഞാനൊരു ലൈൻ സെഗ്മെന്റ് വരക്കാം കേട്ടോ. ഇപ്പം ഈ ലൈൻ സെഗ്മെന്റിന് സ്ലോപ്പ് ഉണ്ടല്ലോ അതിന്റെ ഡബിളിന് ഈക്വൽ ആയിരിക്കും എന്നാ പറഞ്ഞത്. സോ നമ്മൾ പറയുമ്പോൾ എന്താ അവർ ഉദ്ദേശിച്ചത് ഗിവൺ അവരെന്താ ഉദ്ദേശിച്ചുള്ളത് അതായത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുമ്പോൾ ട്വൈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് അല്ലേ ഈ രണ്ടും കൂടി ചേർക്കുന്ന ഒരു ലൈനിന്റെ അല്ലടാ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ ഈ ലൈൻ സെഗ്മെന്റിന്റെ സ്ലോപ്പ് എങ്ങനെ കാണുക സ്ലോപ്പ് കാണാൻ രണ്ട് ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക മെയിൻ ആയിട്ട്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ് ടാൻ തീറ്റ അതെപ്പോഴാണ് അതായത് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഒരു ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നാൽ നിങ്ങൾക്ക് m ടാൻ തീറ്റ എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുക്കാം. ഇനി രണ്ട് പോയിന്റ് തന്നിട്ട് അവർക്കിടയിലുള്ള ആ ഒരു ലൈനിന്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് m y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. നിങ്ങൾ +1 പഠിച്ചിരിക്കേണ്ട ഒരു കിടിലം ഇക്വേഷൻ ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ ഇതിലെ y2 - y1 ഞാൻ എപ്പോഴും ഇതിനെ y2 x2 ഒക്കെ ആക്കി എടുക്കും. കാരണം ഒരു ഇക്വേഷൻ ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ y മൈനസ് അല്ലെങ്കിൽ x മൈനസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണ്ടേ അല്ലാതെ -4 - y എന്നൊക്കെ പറഞ്ഞു തുടങ്ങില്ല. y - x - ഒക്കെ പറയുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാകും. സോ അതിനോട് ഞാൻ ഇയാളെ y2 ആക്കി എടുക്കുന്നു. സോ y2 ആരാ അവിടെ y ആണ് മൈനസ് ഇവിടെ y1 ആരാ -3 ആണ് ഡിവൈഡഡ് ബൈ കൃത്യമായിട്ട് yന്റെ ആൾക്കാരെ തന്നെ എടുക്കണേ. ഇനി അടുത്തത് x2 ആരാ അതിന് x ആണ് മൈനസ് x1 ആരാ -4 ആണ് ദാറ്റ് ഈസ് y + 3 ഡിവൈഡഡ് ബൈ x + 4 ആണ് സ്ലോപ്പ് നമ്മൾ സൈഡിൽ ചെയ്തു വെച്ചു. അപ്പോൾ ട്വൈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് എന്താണ് y + 3 ഡിവൈഡഡ് ബൈ x + 4 എന്താണ് ഈക്വൽ എന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആരാടാ dy/dx അല്ലേ ഈക്വൽ ടു 2 × y + 3 ഡിവൈഡഡ് ബൈ x + 4. ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ സോൾവ് ചെയ്താലാണ് കർവിന്റെ ഇക്വേഷൻ കിട്ടുള്ളൂ. സോൾവ് ചെയ്യണമെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഏത് രൂപത്തിൽ സോൾവ് ചെയ്യാൻ നോക്കിയാലോ വേരിയബിൾ സെപ്പറബിൾ ആണ് നോക്കാം. അതായത് y ഇവിടെ ഉണ്ട് ഈ y ടേമിന് ഇങ്ങോട്ടേക്ക് എടുത്താൽ എന്ത് കിട്ടും നമുക്ക് എന്ത് ചെയ്യും y മാത്രം നിർത്താം. ഈ എക്സിന് അങ്ങോട്ടേക്ക് എടുത്താൽ അവിടെ എക്സ് മാത്രം ആവൂലേ. അപ്പൊ ദാറ്റ് ഈസ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഈ y ഇങ്ങോട്ടേക്ക് എടുക്കുന്നു y + 3 ആയി ഈക്വൽ ടു 2 അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഈ dx അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇവിടെ dx/x + 4 ആയില്ലേ എന്ന് പറയുമ്പോൾ ഇതെന്താണ് ദാറ്റ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഫോം അല്ലേ ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും വരിക ഇന്റഗ്രൽ 1/y + 3 dy ഈക്വൽ ടു 2 × ഇന്റഗ്രൽ 1/x + 4 dx എന്ന് എഴുതിക്കൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എടാ ഈ 1/y + 3 എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം സിമ്പിൾ ലോജിക് ആണ്. 1 നിങ്ങൾക്ക് അറിയാം ഇത്ര പഠിച്ചാൽ മതി. ഈ 1/x ഇന്റഗ്രൽ എന്താ log mod x അല്ലേ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി ഈ എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഇരിക്കേണ്ടതായിരിക്കും. എക്സ് ഇരിക്കണം മറ്റേതെങ്കിലും ഒരു ax + b ലുക്കിലുള്ള ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആൻസർ വിൽ ബി log mod ax + b എന്നാ നമ്മൾ പറയാം. അതായത് ഈ ഇന്റർനാഷണൽ എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്റർനാഷണൽ ഏതൊരാള് എക്സ് ഇരിക്കേണ്ട സ്ഥാനത്ത് ഒരു ഫസ്റ്റ് ഡിഗ്രി ഇരുന്നാൽ സാധാ പോലെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ സാധാ പോലെ എന്ത് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ എക്സിന്റെ കൂടുതൽ ആളൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സിന്റെ കൂടുതൽ ആളൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക ഇവിടെ
1/x ആണെങ്കിൽ ലോഗ് മോഡ് എക്സ്. സോ 1/y ആണെങ്കിൽ ലോഗ് മോഡ് y ആണല്ലോ. അപ്പോൾ 1/y+3 ആണെങ്കിലോ ലോഗ് മോഡ് y+3 ആണ്. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചെയ്തത്? അതൊരു ഫസ്റ്റ് ഡിഗ്രി ആണ്. സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ പറ്റൂല കേട്ടോ. ഫസ്റ്റ് ഡിഗ്രി വൈൻ്റെ പവർ 1 ആണ്. സോ എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങനെ എഴുതാം. ഡിവൈഡഡ് ബൈ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എക്സ് ഉള്ളതുകൊണ്ടാണ് എക്സിന്റെ കൂടെയുള്ള നമ്പർ എടുത്ത് എഴുതാൻ പറഞ്ഞത്. ഇവിടെ വൈൻ്റെ കൂടെ വൈ ആയതുകൊണ്ട് വൈൻ്റെ കൂടെ നമ്പർ എടുത്ത് എഴുതിയാൽ മതി. വൈൻ്റെ കൂടെ 1 അല്ലേ, അത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ബേസിക്കലി എന്താണ് 1 തന്നെയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്റഗ്രേഷൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായി, ഇന്റഗ്രേഷൻ ഒന്നും പഠിച്ചിട്ട് വരിക, മനസ്സിലായാലും അത്രേ ഉള്ളൂ. ഇതിന് എന്തായിരിക്കും വരിക, 2 × 1/x+4. x+4 എന്താ ഒരു ഫസ്റ്റ് ഡിഗ്രിയാണ്. സോ 1/x ആണെങ്കിൽ ലോഗ് മോഡ് എക്സ്. സോ 1/x+4 ആണെങ്കിൽ ലോഗ് മോഡ് x+4. കൂടാതെ ഡിവൈഡ് ബൈ എക്സിന്റെ കൂടെയുള്ള നമ്പർ കൊണ്ട് എക്സിന്റെ കൂടുതലാണ് ഈ പ്ലസ് അല്ല, എക്സിന്റെ കൂടെ ഒട്ടി നിൽക്കുന്ന നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സിന്റെ കൂടെ ഇവിടെ ബേസിക്കലി 1 ആണ്. സോ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വലിയ കാര്യമൊന്നുമില്ല. ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്തേക്കണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നിങ്ങൾ ചെയ്താൽ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ ലോഗ് മോഡ് സി ഇടും. കാരണം ഇവിടെ ലോഗ് ഉണ്ട്, ഇവിടെ ലോഗ് ഉണ്ട്. പക്ഷേ ഈ ലോഗിന്റെ മുന്നിൽ ഒരു ടൂൾ ഉള്ളതുകൊണ്ട് താൽക്കാലികം നിങ്ങൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സി എന്ന് തന്നെ ഇടാണ്. നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞോട്ടെ. ഗിവൺ 1 പാസസ് ത്രൂ എന്താണ് പറഞ്ഞുള്ളത്, ഗിവൺ ഇക്വേഷൻ 1 എന്തിലൂടെ കടന്നു പോകുന്നുണ്ട്, പാസസ് ത്രൂ ഏതിലൂടെയാണ്, -2,1 കടന്നു പോകുന്നില്ലേ എന്ന് പറയുമ്പോൾ y കാണുന്നതൊക്കെ 1, x കാണുന്നത് -2 ഒക്കെ ലോഗ് മോഡ് എന്തായിരിക്കും വരിക. നിങ്ങൾ ഒരു കാര്യം ചെയ്തേക്കുക, അങ്ങ് സോൾവ് ചെയ്തേക്കുക. എന്നാലും നിങ്ങൾക്ക് ആ സിയുടെ കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ. സോ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. എന്താ ചെയ്യാൻ അറിയോ, ഇവിടെ ഈ ലോഗ് മോഡ് y+3 അങ്ങനെ തന്നെ വെച്ചോ. y+3 അങ്ങനെ വെച്ചിട്ട് 2 × ലോഗ് മോഡ് x+4 അല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഫോർമുല കൂടെ ഉണ്ട്. n log x എന്ന് പറഞ്ഞാൽ അത് log of x⁻n ആണ്. എന്ന് പറയുമ്പോൾ ഈ 2ന് നേരെ ഇതിന് മേലെ ഇടാൻ പറ്റുന്ന അർത്ഥം. ഇതിന് log of x+4 the whole square എന്ന് എഴുതാൻ പറ്റുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആഫ്റ്റർ മോഡിന് മേലല്ല, സോറി മോഡൽസിന് മേലല്ല, ഹോൾ സ്ക്വയർ ഇട്ടതിന് ശേഷം ഒരു മോഡ് ഇട്ടേക്ക്, മനസ്സിലായല്ലോ. പ്ലസ് ഇതിനെന്തെഴുതാൻ നിങ്ങൾക്ക് ലോഗ് മോഡ് സി എന്ന് എഴുതി കൂടെ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ സൈഡ് ഒന്ന് പറഞ്ഞേടാ, ഇത് ലോഗ് എ പ്ലസ് ലോഗ് ബി അല്ലേ. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താ, ലോഗ് എ × ബി എന്ന് പറയുമ്പോൾ ഇതിന് ലോഗ് ഓഫ് ആദ്യം സീന് എഴുതുന്നു, പിന്നെ x+4 the whole square എഴുതുന്നു. ഇവിടെ ആരുണ്ട് എപ്പോഴും ലോഗ് മോഡ് y+3 ഉണ്ട്. ലോഗും മോഡും പോയി. ദാറ്റ് ഈസ് y+3 ക്യാൻ ബി ഈക്വൽ ടു എന്താണ്, c × x+4 the whole square ആയി, മനസ്സിലായല്ലോ. therefore ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഗിവൺ എന്താ നമ്മളോട് പറഞ്ഞുള്ളത്, ഗിവൺ ഇക്വേഷൻ 1 പാസസ് ത്രൂ എന്തിലൂടെ കടന്നു പോകുന്നത്, പാസസ് ത്രൂ എന്താണ് -2,1 കടന്നു പോകും. എന്ന് പറയുമ്പോൾ y കാണുന്നതൊക്കെ 1 ഇട്ട് കൊടുത്തേ 1+3 = c × x കാണുന്നത് -2 ഇട്ട് കൊടുത്തേ +4 the whole square എന്ന് എഴുതാം. 1+3 അത് 4 ആണ് ഈക്വൽ ടു പറഞ്ഞേ -2 + 4 എന്താ 4 - 2 അഥവാ 2 ആണ്. 2² എന്ന് പറയുമ്പോൾ 4 അല്ലേ. സോ 4c എന്ന് എഴുതാൻ പറ്റും ഇതിനെ. 4 × c means 4c. 4ഉം 4ഉം കട്ട് ചെയ്തത് 4c can be equal to c equal to 1 ആണ്. c equal to 1 ആണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ therefore the equation of the curve എന്തായിരിക്കും വരിക, equation of the curve equal to എന്തായിരിക്കും വരിക, curve എന്തായിരിക്കും വരിക, y എന്താണ് നമ്മുടെ ഇക്വേഷൻ എവിടെ ആകാം, y+3 = സിയുടെ പകരം 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് x+4 the whole square എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇത്രയേ ഉള്ളൂ. വേരിയബിൾ സെപ്പറബിൾ കുറെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട്, പരമാവധി കണ്ടോക്കുക, അത്രേ ഉള്ളൂ. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബൈ.